ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രോഗ്രാമിൽ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു തീരുമാനമെടുക്കാനും ആ തീരുമാനത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ ചില വരികൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും എന്ന് പറഞ്ഞു. ഇനി അടുത്തത് മറ്റൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്, മറ്റൊരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫിൻ്റെ ഒരു എക്സ്പാൻഷനാണ്, ഈഫിൻ്റെ കുറച്ചുകൂടി വിശദമായിട്ടുള്ളൊരു രൂപമാണ് ഇഫ് എൽസ്, ഇഫ് വിത്ത് എൽസ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ, ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വരികളെ അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ഒരു കൂട്ടം വരികളെ എക്സിക്യൂട്ട് ചെയ്യാനാണ്, പ്രവർത്തിപ്പിക്കാനാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളെ ഇഫ് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു specify the statement or set of statements to be executed only when the condition is true or when the condition is false. ഒരു കണ്ടീഷൻ നമുക്ക് പറയാം ഈഫിൽ. സോ നമ്മളൊരു ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ പറയും ഈഫിൽ പാരന്തസിസിൻ്റെ കൂടെ. ആ ഈഫിൻ്റെ കൂടെ പാരന്തസിസിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ, അതിൻ്റെ വില ട്രൂ ആണെങ്കിൽ മാത്രം ഈഫിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈഫിൻ്റെ കൂടെ കളി ബ്രേക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈഫിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം മാത്രമേ നമുക്ക് ഒരു കണ്ടീഷൻ ശരിയാവുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഇനി അതുപോലെ നമുക്ക് ആ കണ്ടീഷൻ നെഗേറ്റ് ചെയ്യാം. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പോഴും നമുക്ക് കണ്ടീഷൻ ഒന്നുകിൽ കണ്ടീഷൻ ശരിയാവുമ്പോൾ ചെയ്യേണ്ട കാര്യം മാത്രം പറയാൻ പറ്റും പ്രോഗ്രാമിൽ, അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാവുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഒരിക്കലും നമുക്ക് കണ്ടീഷൻ ശരിയാവുമ്പോൾ ചെയ്യേണ്ട കാര്യവും ഈഫിലെ കണ്ടീഷൻ തെറ്റാവുമ്പോൾ ചെയ്യേണ്ട കാര്യം കൂടെ ഒരേ കണ്ടീഷൻ ശരിയും തെറ്റുമാവുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ ഈഫിൽ പറ്റുകയില്ല. സിമ്പിൾ ഈഫ് അല്ലെങ്കിൽ സാധാരണ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പറ്റുകയില്ല. അപ്പോൾ അത് പരിഹരിക്കാനാണ് ഈഫ് വിത്ത് എൽസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് വിത്ത് എൽസിൻ്റെ സിൻറ്റാക്സും വർക്കിങ്ങുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനൊരു ഉദാഹരണവും പറയാം. അപ്പോൾ സാധാരണ ഈഫിൻ്റെ ഇതുവരെ നമ്മൾ പറഞ്ഞ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. ഈഫിന് ശേഷം ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന റിലേഷണൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷനാണ്. ഇതിൻ്റെ വില ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും, 1 അല്ലെങ്കിൽ 0. അപ്പോൾ എപ്പോഴെല്ലാം സ്കോർ 18 അതിൽ കൂടുതലോ ആണോ അപ്പോഴെല്ലാം ഈ ഈഫിൻ്റെ ബോഡി, അതായത് ഈഫിൻ്റെ സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റാണ്, അതുകൊണ്ടാണ് കേളി ബ്രാക്കറ്റ് ഇടാത്തത്. അപ്പോൾ എപ്പോഴെല്ലാം 18 അതിൽ കൂടുതലോ വാല്യൂ സ്കോർ എന്ന വേരിയബിളിന് വരുന്നുവോ അപ്പോഴെല്ലാം ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കും. യു ഹാവ് പാസ്ഡ് എന്ന മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും. എന്നാൽ അപ്പോൾ ഇത് സ്കോർ 18 താഴെയാണെങ്കിൽ, സ്കോർ എന്ന വേരിയബിളിൻ്റെ വില 18 താഴെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ പ്രോഗ്രാമിൽ സാധാരണ ഈഫ് ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കണ്ടീഷൻ ട്രൂ, ഇവിടെ കണ്ടീഷൻ ഇതാണ്, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, അതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം മാത്രമേ നമുക്ക് സാധാരണ ഈഫ് ഉപയോഗിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യവും കണ്ടീഷൻ ഫാൾസ് ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യവും ഒരുമിച്ച് പറയാനുള്ള ഓപ്ഷനാണ് ഈഫ് വിത്ത് എൽസിൽ തരുന്നത്. യൂസിങ് ഈഫ് എൽസ് വി ക്യാൻ സ്പെസിഫൈ the statements to be executed when the condition is true or when the test expression is true, as well as the statements to be executed when the condition is false. അപ്പോൾ കണ്ടീഷൻ ശരിയായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യവും ഈഫിലെ കണ്ടീഷൻ തെറ്റായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യവും ഒരുമിച്ച് പറയാൻ പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ് വിത്ത് എൽസ്. അപ്പോൾ ഇത് സാധാരണ ഈഫിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. ഓക്കെ, അപ്പോൾ ഈഫും ഇഫ് എൽസും തമ്മിലുള്ള വ്യത്യാസം, ഈഫിൽ നമുക്ക് ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഈഫിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കും, അതായത് ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ, അതിൻ്റെ വില ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ട്രൂ ആണെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ
വില ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം മാത്രമേ നമുക്ക് ഇഫ് ഉപയോഗിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം മാത്രം. ഒരിക്കലും രണ്ടും കൂടെ ഒരുമിച്ച് പറയാൻ പറ്റില്ല. അതായത് റിലേഷണൽ എക്സ്പ്രഷന് ട്രൂ ഫാൾസ് എന്ന രണ്ട് വിലകൾ വരാം. അപ്പോൾ രണ്ട് വിലകളും വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടും വരുന്ന ഒരു കേസ്, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരില്ല ട്രൂ ഫാൾസ്, എന്നാലും പറയുന്നത് ട്രൂ എന്ന കേസ് വരുന്നത് മാത്രമേ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈഫിൻ്റെ കൂടെ ഉള്ള ടെസ്റ്റ് എക്സ്പ്രഷനെ ട്രൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈഫിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈഫ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈഫിൻ്റെ ബോഡി ആയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. ഈഫിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ചെയ്യേണ്ട കാര്യം നമുക്ക് അവിടെ പറയാൻ പറ്റുകയില്ല. ഇനി ആ തെറ്റായാൽ ചെയ്യേണ്ട കാര്യം നമുക്ക് ഈഫ് കഴിഞ്ഞ് കൊടുക്കാമെങ്കിലും അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ കൂടി അത് ചെയ്യേണ്ടാത്ത കാര്യം ചെയ്തു പോകും. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ഈഫ് വിത്ത് എൽസ്. ഈഫിൻ്റെ ഒരു എക്സ്പാൻഷനാണ്, ഒരു വിശദമായിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് ഈഫ് വിത്ത് എൽസ്. ഈഫ് വിത്ത് എൽസിൻ്റെ സിൻറ്റാക്സ് നോക്കുക. ഈഫ് വിത്ത് എൽസിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്? ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, സാധാരണ ഈഫിൻ്റെ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, ഇതിനെ ഈഫ് ബ്ലോക്ക് എന്ന് പറയും. ഇഫ് വിത്ത് എൽസിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒരു ഇഫ് ബ്ലോക്കും ഒരു എൽസ് ബ്ലോക്കും. ഓക്കെ, അപ്പോൾ ഈ ഈഫ് മുതൽ എൽസ് വരെയുള്ള കേളി ബ്രാക്കറ്റിൽ കാണുന്നതാണ് ഈഫ് പാർട്ട്. എൽസ് പാർട്ട് അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് എന്നത് എൽസ് മുതൽ എൽസിൻ്റെ ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ് വരെയുള്ള ഭാഗം, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ആണ്. ഇതാണ് ഈഫ് വിത്ത് എൽസിൻ്റെ സിൻറ്റാക്സ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, ആ കമാൻഡിൻ്റെ ഈഫ് വിത്ത് എൽസിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. സാധാരണ ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് ഒരു റിലേഷണൽ എക്സ്പ്രഷനോ ലോജിക്കൽ എക്സ്പ്രഷനോ, അതായത് റിലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ 1 അല്ലെങ്കിൽ ഫാൾസ് 0 എന്നായിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഈഫ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നു, എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും, ഈ ഈഫ് ബ്ലോക്ക് മാത്രം പ്രവർത്തിക്കും. ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ, then only the statement or set of statements in the if block will be executed. ഈഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ആണെങ്കിൽ ഈഫ് മുതൽ എൽസ് വരെയുള്ള ഭാഗം മാത്രം പ്രവർത്തിക്കും. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഫോൾസ് ആണെങ്കിൽ ഈഫ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നില്ല, അതിനെ സ്കിപ്പ് ചെയ്യും പ്രോഗ്രാം. പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ട് രണ്ടും, ഇഫ് ബ്ലോക്ക് എൽസ് ബ്ലോക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ആണോ ഫാൾസ് ആണോ, ട്രൂ ആകുമ്പോഴെല്ലാം ഇഫ് ബ്ലോക്ക് മാത്രം പ്രവർത്തിക്കുകയും ഫാൾസ് ആകുമ്പോഴെല്ലാം എൽസ് ബ്ലോക്ക് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യും. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ രണ്ട് ബ്ലോക്കുകളും ഇഫ് ബ്ലോക്കും എൽസ് ബ്ലോക്കും ഒരുമിച്ച് പ്രവർത്തിക്കില്ല. കാരണം ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു റിലേഷണൽ എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനാണ്. അതിന് ഒരു സമയം ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഏതെങ്കിലും ഒരു വിലയെ വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും ട്രൂ കേസും ഫാൾസ് കേസിലും ചെയ്യേണ്ട കാര്യം പറയാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അതാണ് ഈഫിനെ അപേക്ഷിച്ച് ഈഫ് എൽസിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ സാധാ ഈഫ് ആണെങ്കിൽ നമുക്കിവിടെ ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ഇഫ് ബ്ലോക്ക് ക്ലോസ് ചെയ്തു, ഈഫിൻ്റെ ബോഡി ക്ലോസ് ചെയ്തു, പിന്നെ എൽസ് ഇല്ല. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം മാത്രം നമുക്ക് പറയാം. ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ ഇതിൻ്റെ താഴെ എഴുതി കൊടുക്കാം, പക്ഷേ അത് ട്രൂ ആവുന്ന കേസിൽ അത് ചെയ്തു പോകും. ട്രൂ ആകുമ്പോൾ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഫാൾസ് ആകുമ്പോൾ ചെയ്യേണ്ട കാര്യം കൂടെ ചെയ്തു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇഫ് വിത്ത് എൽസ്. സോ ഇഫ് വിത്ത് എൽസ് പിന്നെ അതിൻ്റെ ഒരു വർക്കിംഗ് ഇങ്ങനെയാണ്. അതിൻ്റെ സിൻറ്റാക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് വിത്ത് എൽ, നേരത്തെ ഈഫിൻ്റെ വർക്കിംഗ് കാണിക്കാൻ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞതുപോലെ ഇവിടെയും ഒരു ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ട്. ഇഫ് വിത്ത് എൽസിൻ്റെ കൂടെ എപ്പോഴും ഇഫ് വിത്ത് എൽസിലെ ഈഫിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അതൊരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. അതായത് അതിൻ്റെ റിസൾട്ട് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രൂ എന്നാണ് കിട്ടുന്നതെങ്കിൽ ഇത് ഈ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. എന്താണോ ഈഫ് മുതൽ എൽസ് വരെയുള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ആണ് ഇവിടെ കാണുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്. അതായത് ഈഫ് മുതൽ എൽസ് വരെയുള്ള ഭാഗം. അവിടെ അത് ഒരു ലൈൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, ഒരു കൂട്ടം വരികളായിരിക്കാം, എന്തോ ആവട്ടെ, അത് മുഴുവൻ വർക്ക് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട്. ദാറ്റ് മീൻസ് എൽസ് പാർട്ട് വിൽ വർക്ക്. സോ ഈഫിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. ഈഫ് വിത്ത് എൽസിലെ ഈഫിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. If that test expression evaluates to true, then the if block will be executed. That is the statement or set of statements from if to else will be executed. Otherwise, that means if the text expression is false, then the statement block 2 will be executed. അപ്പോൾ ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1ഉം 2 കൂടെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യില്ല. കാരണം ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യും, ഇഫ് മുതൽ എൽസ് വരെയുള്ള ഭാഗം. ഫാൾസ് ആണെങ്കിൽ ഈഫിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. പ്രത്യേകം ഓർക്കേണ്ട ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു നേരത്തെ പറഞ്ഞതാണ് ഈഫിൽ
ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷനാണ്, എക്സ്പ്രഷനാണ്. അതായത് അതിൻ്റെ വില ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് മാത്രമേ വരുള്ളൂ, വേറെ ഒരു വില അതിന് വരില്ല. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ അല്ലെങ്കിൽ ഫാൾസ് മാത്രം റിസൾട്ടായി വരുന്ന ഓപ്പറേഷനുകളാണ്, എക്സ്പ്രഷനുകളാണ് റിലേഷണൽ എക്സ്പ്രഷൻസും ലോജിക്കൽ എക്സ്പ്രഷനുകളും. ഓക്കെ, ഇതാണ് ഇഫ് വിത്ത് എൽസ്. ഇനി ഇതിനൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കുക. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോഗ്രാം, ഈഫിൻ്റെ ഉപയോഗം വിശദമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ അതേ പ്രോഗ്രാമിനെ ഒന്നുകൂടി വിപുലീകരിച്ച് എക്സ്പാൻഡ് ചെയ്ത് ഇഫ് വിത്ത് എൽസ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത് നോക്കുക. ഇവിടെ സ്കോർ എന്നുള്ളത് ഇൻപുട്ടാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക്, പാസ് മാർക്ക് 18 18 അതിൽ കൂടുതൽ കിട്ടിയാലേ കുട്ടി പാസ്സാവുകയുള്ളൂ, അല്ലെങ്കിൽ കുട്ടി ഫെയിലായി എന്ന് കാണിക്കാം. നേരത്തെ നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ നമുക്ക് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സിമ്പിൾ ഈഫിൽ that is this statement is executed only when score is 18 or more, test expression returns true. ഈ ഈഫ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഈഫിൻ്റെ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ കേളി ബ്രാക്കറ്റ് ഇടാത്തത്. ഓക്കെ, ആ ഓപ്പണിംഗ് കേളിയും ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും. എൽസിലും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളുവെങ്കിൽ ഈഫിലെ പോലെ തന്നെ എൽസിൻ്റെ ബോഡിയിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളുവെങ്കിൽ എൽസിന് കേളി ബ്രാക്കറ്റ്, എൽസിൻ്റെ ബോഡിക്ക് കേളി ബ്രാക്കറ്റ് ആവശ്യമില്ല. ഇനി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇടുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഈഫിൻ്റെ കൂടെ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈഫിൻ്റെ കൂടെ ടെസ്റ്റ് എക്സ്പ്രഷൻ. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. അതൊരു റിലേഷണൽ ഓപ്പറേഷനാണ് അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷനാണ്. അപ്പോൾ സ്കോറിൻ്റെ വിലയ്ക്കനുസരിച്ച് ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ഓഫ് ഫാൾസോ ആവാം. അപ്പോൾ നമ്മൾ 18, സ്കോറിൻ്റെ വില 18, കുട്ടിക്ക് കിട്ടിയ മാർക്ക് 18-ൽ താഴെയാണെങ്കിൽ 17, 16 അങ്ങനെ ഒരു 10 മാർക്കാണ് കുട്ടിക്ക് കിട്ടിയത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, സ്കോർ എന്ന ഇൻപുട്ട് 10 ആണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് 10 ആണെങ്കിൽ സ്കോറിൽ 10 എന്നുള്ള വില വരും. അപ്പോൾ അത് വെച്ച് ഇവിടെ ആദ്യം ചെക്ക് ചെയ്യും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യൂറ്റ് ചെയ്യുമ്പോൾ സ്കോറിൽ 10 ഉണ്ട്, 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, തെറ്റാണ്. അപ്പോൾ കണ്ടീഷൻ തെറ്റി, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഫോൾസ് ആയി. അപ്പോൾ എപ്പോഴെല്ലാം ഈഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഫോൾസ് ആകുന്നു അപ്പോൾ എൽസിൽ പറഞ്ഞ കാര്യം മാത്രം ചെയ്യണം, പിന്നെ ഈഫ് ചെയ്യരുത്. ഇനി നേരെ തിരിച്ച് എപ്പോഴെല്ലാം ഈഫിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ആണോ അപ്പോൾ ഈഫിൻ്റെ ബോഡി മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഈഫ് മുതൽ എൽസ് വരെ, എൽസ് ഉൾപ്പെടരുത്, എൽസിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല, അത് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ പ്രോഗ്രാം ഇൻപുട്ടിനനുസരിച്ച്, സ്കോറാണ് കൊടുത്ത ഇൻപുട്ടിൻ്റെ വില 18-ൽ താഴെയാവുമ്പോൾ ഈ വരി സ്കിപ്പ് ചെയ്യും. പ്രോഗ്രാമിൽ എഴുതിയിട്ടുള്ള ഈ വരി എൽസ് പാർട്ട് സ്കിപ്പ് ചെയ്യും, വർക്ക് ചെയ്യുന്നതിൽ നിന്ന് സ്കിപ്പ് ചെയ്യും. അതേസമയം 18 അതിൽ കൂടുതലോ ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, സ്കോർ എന്ന വേരിയബിളിൻ്റെ വിലയെങ്കിൽ എപ്പോഴും ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് സെലക്റ്റീവ് എക്സിക്യൂഷൻ. തിരഞ്ഞെടുത്ത വരികൾ മാത്രം പ്രോഗ്രാമിൽ, കണ്ടീഷനുകൾക്ക് വിധേയമായിട്ട് തിരഞ്ഞെടുത്ത പ്രോഗ്രാമിലെ ചില വരികൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക. അത്തരത്തിലുള്ള അങ്ങനെ ഒരു പ്രോഗ്രാമിനെ എൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ ഓൾട്ടർ ചെയ്തു. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ ഓൾട്ടർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ ഈഫ് എൽസും ഇല്ലെങ്കിൽ സി ഔട്ട് പാസ്, സി ഔട്ട് ഫെയിൽ എന്ന് പറഞ്ഞാൽ പാസ്ഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പ്രിൻറ്റ് ചെയ്യും, അതിനുശേഷം ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ രണ്ടും ഒരുമിച്ച് വരില്ല. ചില സമയത്ത് പാസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും, ചില സമയത്ത് ഫെയിൽഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. അത് തീരുമാനിക്കുന്നത് ഈ കണ്ടീഷൻ ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വിലയാണ്. അപ്പോൾ എപ്പോഴും ഈഫ് ആണെങ്കിലും ഈഫ് എൽസ് ആണെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ അതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ പരന്തസിസിൽ പറഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. ഒരിക്കലും ബ്രാക്കറ്റ് അല്ലെങ്കിൽ പരന്തസിസ് ഇല്ലാതെ ഇവിടെ ഈഫ് കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതിയാൽ സിൻടാക്സ് എറർ വരും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈഫ് ആയാലും ഈഫ് എൽസ് ആയാലും ടെസ്റ്റ് എക്സ്പ്രഷൻ നിർബന്ധമാണ്. ദർ ഷുഡ് ബി എ ടെസ്റ്റ് എക്സ്പ്രഷൻ വിത്ത് ഇഫ് ആൻഡ് ഈഫ് എൽസ്. അപ്പോൾ ദാറ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഷുഡ് ബി ഗിവൺ ഇൻ ദി പരന്തസിസ്. പരന്തസിസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് തന്നെ പറയണം. പിന്നെ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് ഇറ്റ് മേ ബി ഐദർ എ റിലേഷണൽ എക്സ്പ്രഷൻ ഓർ റിലേഷണൽ ഓപ്പറേഷൻ ഓർ എ ലോജിക്കൽ ഓപ്പറേഷൻ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈഫിൻ്റെ കൂടെ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, ഈഫ് എൽസിലെ ഈഫിൻ്റെ കൂടെ ആ റിലേഷണൽ എക്സ്പ്രഷൻ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കണ്ടീഷൻ ഉണ്ടായിരിക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വേറൊരു പേരാണ് കണ്ടീഷൻ എന്നത്. ആ കണ്ടീഷൻ, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. അതായത് അതിൻ്റെ വില ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും. ട്രൂവിനെ 1 എന്നും ഫാൾസിനെ 0 എന്നുമാണ് C++ൽ സൂചിപ്പിക്കുക. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ആണെങ്കിൽ ഈഫ് മുതൽ എൽസ് വരെ, ഈഫിനും എൽസിനും ഇടയിലുള്ള ഭാഗം മാത്രം എക്സിക്യൂട്ട് ചെയ്യും, പ്രവർത്തിക്കും. എൽസ് പാർട്ട് സ്കിപ്പ് ചെയ്യും പ്രോഗ്രാം. ഇനി സപ്പോസ് ഈ ഈഫിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഫാൾസ് ആണെങ്കിൽ ഈഫ് പാർട്ട് സ്കിപ്പ് ചെയ്യുന്നു, എൽസ് പാർട്ട് വർക്ക് ചെയ്യുന്നു, അത് പ്രവർത്തിക്കുന്നു, ഇത് ഒഴിവാക്കുന്നു, പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലെ
എഴുതിയ വരികളൊക്കെ സെലക്റ്റീവായിട്ട് ചില കണ്ടീഷനുകൾക്ക്, ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് തിരഞ്ഞെടുത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽപ്പെടുന്ന ഒന്നാണ് ഇഫ് വിത്ത് എൽസ്. ഇനി ഇഫ് വിത്ത് എൽസിൻ്റെ കുറച്ചുകൂടി ഇവിടെ വേറൊരു ഉദാഹരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ളത് അടുത്തത് എൽസ് ഇഫ് ലാഡറാണ്. ഓക്കെ, ഈ എൽസ് ഇഫ് ലാഡർ എന്നത് മറ്റൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പ്. രണ്ട് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പഠിച്ചു. ഒന്ന് ഈഫ്, മറ്റൊന്ന് ഈഫിൻ്റെ അഡ്വാൻസ്ഡ് ഫോമായിട്ടുള്ള ഇഫ് വിത്ത് എൽസ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർക്കണം. ഈഫ് ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഈഫിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ ശരിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ഈഫിൽ പറയാൻ പറ്റൂ, ഈഫിൻ്റെ ബോഡിയിൽ പറയാൻ പറ്റൂ. ഇഫ് വിത്ത് എൽസിലാണെങ്കിലോ കണ്ടീഷൻ ശരിയാകുമ്പോൾ ചെയ്യേണ്ട കാര്യം ഈഫ് ബോഡിയിൽ, ഈഫ് പാർട്ടിലും, തെറ്റാവുമ്പോൾ ആ ഈഫിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ ശരിയാകുമ്പോൾ ചെയ്യേണ്ട കാര്യം ഈഫ് പാർട്ടിലും. രണ്ട് ഭാഗങ്ങളുണ്ട് ഈഫ് എൽസിന്, ഒരു ഈഫ് പാർട്ടും ഒരു എൽസ് പാർട്ടും, ഈഫ് ഭാഗവും എൽസ് ഭാഗവും. അപ്പോൾ കണ്ടീഷൻ ഈ ഈഫിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധാ ഈഫിൻ്റെ കൂടെയുള്ള ഉള്ളതുപോലെ തന്നെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് മേ ബി എ റിലേഷൻ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി എയ്തർ ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ ഇഫ് ദി എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ, then the if block will be executed, only if block. And if the expression is false, then the else block will be executed, only the else block will be executed. അപ്പോൾ ഇഫ് പാർട്ടാണോ എൽസ് പാർട്ടാണോ ഇഫ് എൽസിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഇൻപുട്ടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ഇൻപുട്ടാണ് കണ്ടീഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ രൂപപ്പെടുത്തുന്ന ഇൻപുട്ട് വേരിയബിളിൻ്റെ വിലയ്ക്കനുസരിച്ച് ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ഓ ഫാൾസോ ആയി മാറിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രോഗ്രാം റണ്ണിലും, പ്രോഗ്രാം ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ സ്കോറാണ് ഇൻപുട്ട്, കുട്ടിക്ക് കിട്ടിയ മാർക്ക്. അപ്പോൾ ആ മാർക്കാണ് അവിടെ ഇൻപുട്ട്. സ്കോറ്, ആ സ്കോറിൻ്റെ വില 18-ൽ താഴെയാണോ എന്നുള്ളതാണ് കണ്ടീഷൻ, 18-ൽ കൂടുതലാണോ എന്നുള്ളതാണ് ഇവിടെ കണ്ടീഷൻ. ആണെങ്കിൽ കുട്ടി പാസ്സായി എന്ന് കാണിക്കും, അല്ലെങ്കിൽ കുട്ടി ഫെയിലായി എന്ന് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് ഇഫ് ലാഡർ, എൽസ് ഇഫ് ശ്രേണി എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആണ്. അതായത് ഈഫിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് എൽസ് ഇഫ് ലാഡർ. എൽസ് ഇഫ് ലാഡർ തുടങ്ങുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ്. ഓക്കെ, ഒന്നുകൂടി കൂടുതൽ കണ്ടീഷനുകൾ വരുമ്പോൾ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഈഫ് എൽസ് ആണെങ്കിലും നമുക്ക് ഒരു കണ്ടീഷൻ മാത്രം പരിശോധിക്കാനേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈഫ് ആണെങ്കിൽ ഈഫിൻ്റെ കൂടെ ഒരു സിംഗിൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും ബ്രാക്കറ്റിൽ, പാരന്തസിസിൽ. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം മാത്രം, ഫോൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ ഫോൾസ് ആണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യവും ഫോൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ അപ്പോഴും ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ഒരു സിംഗിൾ കണ്ടീഷൻ. പ്രത്യേകം ഓർക്കുക, ഇഫ് ആൻഡ് ഇഫ് എൽസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ടു ടെസ്റ്റ് എ സിംഗിൾ എക്സ്പ്രഷൻ. ഒരൊറ്റ റിലേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അത് ട്രൂ ആകുമ്പോൾ ചെയ്യേണ്ട കാര്യവും ഫാൾസ് ആകുമ്പോൾ ചെയ്യേണ്ട കാര്യവും പറയാനേ ഇഫിനും ഇഫ് എൽസിനും കഴിയുകയുള്ളൂ. എന്നാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷനുകൾ ഒരേ സമയം ഒരു പ്രോഗ്രാമിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് അത്തരം പ്രോബ്ലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് ഇഫ് ലാഡർ, എൽസ് ഇഫ് ശ്രേണി എന്ന് പറയുന്നത്. ഇത് തുടങ്ങുന്നത് ഈഫ് വെച്ചാണ്. ഇവിടെ എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും സിൻടാക്സ് അറിഞ്ഞിരിക്കണം. ഈഫിൻ്റെ സിൻടാക്സ് സിമ്പിളാണ്, ഈഫ് വിത്ത് എൽസ് വളരെ സിമ്പിളാണ്, ഈഫ് വിത്ത് എൽസ് ഇഫ് ആണ് ഇനി അടുത്തത്. ഇപ്പോൾ എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻടാക്സ് ഇതാണ്. ഈഫിലാണ് എൽസ് ഇഫ് തുടങ്ങുന്നത്. എൽസ് ഇഫ് ലാഡർ തുടങ്ങുന്നത് ഒരു ഈഫ് വെച്ചാണ്. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് എൽസ് ഇഫ് എന്ന് പറഞ്ഞാൽ എൽസ് ഉപയോഗിച്ച് അവസാനിപ്പിക്കാം. സോ ദ ഇഫ് എൽസ് ഇഫ് ലാഡർ ബിഗിൻസ് വിത്ത് ആൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ആൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇഫ് വിത്ത് എൽസ് പോലെ തന്നെയാണ്. അപ്പോൾ ഇഫ് വിത്ത് എൽസ് ഇഫ് ലാഡറിൻ്റെ ഒരു സിൻടാക്സ് കൊടുത്തിട്ട് നോക്കുക. ആദ്യം ഈഫിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ പാർട്ട്. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഈഫിലും ഈഫ് എൽസിലും നമ്മൾ ഒരൊറ്റ ടെസ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈഫ് നെസ്റ്റഡ് ഈഫ് അതിലുണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ഈഫിൻ്റെ ഉള്ളിൽ വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോഴാണ് അതിനെ നെസ്റ്റഡ് ഈഫ്, ക്ലബ് ചെയ്യുമ്പോഴാണ് അതിനെ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഫോക്കസ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് അത് നോക്കണ്ട. ഇവിടെ നമുക്ക് ഈഫുണ്ട്. അപ്പോൾ ഈഫാണെങ്കിൽ ഇവിടുത്തെ ഒരൊറ്റ
ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു റിലേഷണൽ ഓപ്പറേഷൻ, ഇതൊരു ലോജിക്കൽ ഓപ്പറേഷനാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോജിക്കൽ ഓപ്പറേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നത് ഇറ്റ് മേ ബി എയ്തർ എ റിലേഷണൽ ഓപ്പറേഷൻ ഓർ എ ലോജിക്കൽ ഓപ്പറേഷൻ. രണ്ടായിരുന്നാലും അതിൻ്റെ ഉത്തരം ട്രൂ ഓർ ഫാൾസ് ആണ്. ഇതൊരു ലോജിക്കൽ ഓപ്പറേഷൻ. ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് ഉപയോഗിച്ച് രണ്ട് റിലേഷണൽ എക്സ്പ്രഷനുകളെ ഒന്നാമത്തെ റിലേഷൻ എക്സ്പ്രഷൻ ഇത് CH>0, രണ്ടാമത്തെ റിലേഷൻ എക്സ്പ്രഷൻ ഇതാണ്, ഇതിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു കൂട്ടി യോജിപ്പിച്ചിരിക്കും. ഇതൊരു റിലേഷണൽ ഓപ്പറേഷനാണ്. ഓക്കെ, റിലേഷൻ ഓപ്പറേറ്റർ ആൻഡ് ഉപയോഗിച്ച്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0. 1 എന്ന് പറഞ്ഞാൽ ട്രൂ, 0 എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കും. ഇതല്ലാത്തൊരു വാല്യൂ ഈ ഓപ്പറേഷന് റിസൾട്ടായിട്ട് വരികയില്ല. ഓക്കെ, അത് ഏത് റിലേഷൻ ഓപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആണെങ്കിലും ലോജിക്കൽ എക്സ്പ്രഷൻ ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ ഈഫിന് ഉദാഹരണമാണ്. ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ തന്നിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ, ഈ ലോജിക്കൽ എക്സ്പ്രഷൻ്റെ വില ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം മാത്രം പറയാൻ മതി. ഒരു സിംഗിൾ കണ്ടീഷൻ മാത്രമേ നമ്മൾ ഇവിടെ കണ്ടീഷൻ എന്താണ്, CH>0 ആൻഡ് CHൻ്റെ വില, CH എന്നതൊരു ക്യാരക്ടർ വേരിയബിൾ, അതിൻ്റെ വില 0-നും 9-നും ഇടയിലാണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഒരു വേരിയബിളിൻ്റെ വില അതിനും ഇതിനും ഇടയിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഇതിനും ഇടയിലാണെങ്കിൽ അതിനെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ആൻഡ് ഓപ്പറേറ്റർ ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു സിംഗിൾ കണ്ടീഷനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈഫിലും ഈഫ് എൽസിലും നമുക്ക് ഒരു സിംഗിൾ കണ്ടീഷൻ, അത് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അത് ഫാൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇത് മാത്രം. അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം, അത്തരം കേസുകളിൽ ആണ് എൽസ് ഇഫ് ലാഡർ ഉപയോഗിക്കുന്നത്. ഈഫ് എൽസിൻ്റെ അഡ്വാൻസ്ഡ് ഒരു എക്സ്പാൻഷനാണ് എൽസ് ഇഫ് ലാഡർ എന്നത്. അപ്പോൾ ഒരു വ്യത്യാസം ഇഫ് എൽസും എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇഫ് എൽസിൽ നമുക്ക് ഒരു കണ്ടീഷൻ അത് ശരിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇഫ് പാർട്ടിലും, തെറ്റാണെങ്കിൽ ചെയ്യേണ്ട കാര്യം അതിൻ്റെ എൽസ് പാർട്ടിലും പറയാം, ഒരൊറ്റ കണ്ടീഷൻ. എന്നാൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്ത് അവയിൽ ഓരോന്നും ശരിയാവുമ്പോഴും തെറ്റാവുമ്പോഴും ചെയ്യേണ്ട കാര്യം പറയാനാണ് എൽസ് ഇഫ് ലാഡർ ഉപയോഗിക്കുന്നത്. ഈ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യണം. സോ യൂസിങ് എൽസ് ഇഫ് ലാഡർ വി ക്യാൻ ചെക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, വി ക്യാൻ ടെസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. വെറാസ് യൂസിങ് ഇഫ് ഓർ എൽസ് if it else we can test only a single condition. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഫാൾസ് ആണ്, ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ എൽസ് ഇഫ് ലാഡർ ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ, നമുക്ക് മിക്കവാറും പ്രോഗ്രാമുകളിൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്ത് ഓരോ കണ്ടീഷനും ട്രൂ ആകുമ്പോൾ ചെയ്യേണ്ട കാര്യം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ, എൽസ് ഇഫ് ലാഡർ പോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കൂടി വിളിക്കാറുണ്ട്. സോ എൽസ് ഇഫ് ലാഡർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. മൾട്ടിപ്പിൾ ബ്രാഞ്ച്, പല ശാഖകളുള്ള ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് ഇഫ് ലാഡർ എന്നത്. ഓക്കെ, സോ എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻറ്റാക്സ് നമ്മൾ പറഞ്ഞു, നേരത്തെ ഇവിടെ കാണിച്ചു. എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈഫും ഈഫ് എൽസും എൽസ് ഇഫ് ലാഡറും പഠിക്കാനുള്ളൂ. ഇതിൽ നെസ്റ്റഡ് ഈഫ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാം. അത് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബോഡിയായിട്ട് ഈഫ് ബ്ലോക്കിനകത്ത് വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതിനെയാണ് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. വിശദമായിട്ട് നമുക്ക് +2 പറയാം. ഓക്കെ, വേണ്ട, ഇവിടെ ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഈ കേളി ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഭാഗം, ഈ ഓപ്പണിംഗ് കേളിക്കും ക്ലോസിംഗ് കേളിക്കും ഉള്ളിൽ കൊടുത്തിരിക്കും. അതിൻ്റെ ബോഡിയായിട്ട് മറ്റ് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റും വരുന്നു, അതിന് പുറമെ വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റും വരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതിനെയാണ് ഇങ്ങനെ ക്ലബ് ചെയ്ത് വരുന്ന ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. നമുക്ക് നെസ്റ്റിംഗ് ഏത് ലെവൽ വരെ ആകാം. ഓക്കെ, അത് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്തത് എൽസ് ഇഫ് ലാഡറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻറ്റാക്സ് ഞാൻ പറഞ്ഞു, ഇതാണ് എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻറ്റാക്സ്. മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റും ഈഫിൽ നിന്നും വ്യത്യസ്തമായി. യൂസിങ് ഇഫ് എൽസ് ഇഫ് ലാഡർ വി ക്യാൻ ടെസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഈ സിൻറ്റാക്സ് പഠിക്കണം, കാണാതെ പഠിക്കണം. അപ്പോൾ സിൻറ്റാക്സ് വെച്ചുകൊണ്ട് പറയാം. ഈഫിൻ്റെ കൂടെ എൽസ് ഇഫ് ലാഡറിൽ തുടങ്ങുന്നത് ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാണ്. ആ ഈഫിൻ്റെ കൂടെ എവിടെ ഈഫുണ്ടോ അവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും ബ്രാക്കറ്റിനുള്ളിൽ, പാരന്തസിസിനുള്ളിൽ.
സോ ഹിയർ ദ ഫസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 വിൽ ബി ഇവാലുവേറ്റഡ്. ഈ പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ ഈ ഒരു എൽസിഫ് ലാഡർ തുടങ്ങുമ്പോൾ ആദ്യം ഈ ഈഫിൽ തുടങ്ങും. അപ്പോൾ ഈ ഈഫിൻ്റെ കൂടെ പാരന്തസിസിൽ പറഞ്ഞിരിക്കുന്ന ബ്രാക്കറ്റിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ 1, ഇതൊരു റിലേഷണൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈഫിലും ഇഫ് എൽസിലും ഉള്ളതുപോലെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഐദർ എ റിലേഷണൽ എക്സ്പ്രഷൻ ഓർ എ ലോജിക്കൽ എക്സ്പ്രഷൻ. അതൊരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. അതായത് അതിൻ്റെ ഉത്തരം ഒന്നുകിൽ ട്രൂ 1 അല്ലെങ്കിൽ ഫാൾസ് 0 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 0 അല്ലെങ്കിൽ 1 എന്ന വാല്യൂ വരുന്ന ഏതെങ്കിലും ഒരു റിലേഷണലോ ലോജിക്കലോ ഓപ്പറേഷനാണ് ഈഫ് എൽസിഫ് ലാഡറിലെ ഈഫിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ പാരന്തസിസിനകത്ത് ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ 1, ഇവിടെ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യൂസിങ് എൽസിഫ് ലാഡർ വി ക്യാൻ ചെക്ക് മൾട്ടിപ്പിൾ ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഓർ ടെസ്റ്റ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് ഈഫ് വെച്ചാണ്. ഈ ഈഫിൻ്റെ കൂടെയുള്ള ഒന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈഫിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ if the test expression 1 is evaluated and if it is true then the statement block 1 is executed. ഇവിടെ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷനുകളും ആ ടെസ്റ്റ് എക്സ്പ്രഷനുകൾ ഓരോന്നും ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ഈഫിൻ്റെയും എൽസിഫിൻ്റെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളോ വരാം. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളെങ്കിൽ നമുക്ക് ഒരൊറ്റ വരി എഴുതിയാൽ മതി. കേളി ബ്രാക്കറ്റിനകത്ത് അത് എഴുതേണ്ട. ഒന്നിൽ കൂടുതൽ വരികളുണ്ട് ഈഫിൻ്റെ ബോഡിക്കകത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ ട്രൂ കേസിൽ ട്രൂ ആണെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് കേളി ബ്രാക്കറ്റിനുള്ളിൽ ബ്രേസസിനുള്ളിൽ എഴുതണം. പിന്നെ ഒരു വരി മാത്രമേ ഉള്ളെങ്കിലും അത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അത് ഈഫും ഈഫൽസും പറഞ്ഞ പോലെ തന്നെ. സോ പക്ഷേ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഈസ് ഇവാലുവേറ്റഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഈഫിൻ്റെ കൂടെ എൽസിഫ് ലാഡർ തുടങ്ങുന്നത് ഈഫ് വെച്ചാണ്. ആ തുടക്കത്തിലെ ഈഫിൻ്റെ കൂടെ പാരന്തസിസിനകത്ത് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. അതായത് അതിൻ്റെ ഉത്തരം, അതിൻ്റെ റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട്. ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഈസ് ട്രൂ, ഇതിന് 2 വിലകളെ ഇവിടെ ഓരോ ടെസ്റ്റ് എക്സ്പ്രഷനും വരുള്ളൂ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ്സ് ടു ട്രൂ. ടെസ്റ്റ് എക്സ്പ്രഷൻ 1ൻ്റെ വില ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെ സപ്പോസ് ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഇവിടെ നിന്നോട്ടുള്ള വരികളൊക്കെ സ്കിപ്പ് ചെയ്യും. ദെൻ ഓൾ അതർ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി സ്കിപ്ഡ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില 1 ആണെങ്കിൽ ആ ടെസ്റ്റ് എക്സ്പ്രഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഫ്, അതിനനുബന്ധമായിട്ടുള്ള ഈഫിൻ്റെ ബോഡി മാത്രം, അതായത് ഈഫ് മുതൽ എൽസിഫ്, അതിൻ്റെ തൊട്ടടുത്ത എൽസിഫ് വരെയുള്ള ഭാഗം ഈഫ് എൽസിൻ്റെ പോലെ തന്നെയാണ് വർക്കിംഗ്. ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഈസ് ട്രൂ ദെൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, ദാറ്റ് മീൻസ് ദ ബോഡി ഓഫ് ദി ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ഈഫ് ടു എൽസിഫ്. ഈഫ് മുതൽ ആദ്യത്തെ എൽസിഫ് വരെയുള്ള ഭാഗം ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അത് മാത്രം. പിന്നെ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കും, പ്രവർത്തിപ്പിക്കാതിരിക്കും പ്രോഗ്രാം. സെലക്റ്റീവ് എക്സിക്യൂഷൻ തന്നെയാണത്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ വിലയാണ് തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകണമോ എന്നുള്ളത്. ഈ സപ്പോസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1ൻ്റെ വില ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 മാത്രം എക്സിക്യൂട്ട് ചെയ്യും. പ്രോഗ്രാം എൽസിഫ് ലാഡറിന് പുറത്ത്, എൽസിഫ് ബ്ലോക്കിൻ്റെ സ്ട്രക്ചറിന് പുറത്ത് പോകും. എൽസിഫിൽ നിന്ന് മുഴുവനായിട്ട് പുറത്ത് പോകും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളും. ഇനി സപ്പോസ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 1ൻ്റെ വില, അതിൻ്റെ റിസൾട്ട് ഫാൾസ് ആണെന്ന് വിചാരിക്കുക, അത് 0 ആണെന്ന് കിട്ടിയതെന്ന് വിചാരിക്കുക. ട്രൂവും ഫാൾസ് 2 വിലകൾ ഏതൊരു ടെസ്റ്റ് എക്സ്പ്രഷനും വരാം, ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും വരാം. അപ്പോൾ സപ്പോസ് ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ്സ് ടു ഫാൾസ്, ദെൻ അടുത്ത എൽസിഫിൽ പറഞ്ഞിരിക്കുന്ന അതിന് തൊട്ട് താഴെയുള്ള ആ ഈഫിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫാൾസ് ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള എൽസിഫിൽ കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ആണ് ഇവിടെ. ഇതും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കാം. ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 മാത്രം എക്സിക്യൂട്ട് ചെയ്യും, അത് മാത്രം പ്രവർത്തിപ്പിക്കും. അതിനുശേഷം പ്രോഗ്രാം മൊത്തം ഈഫ് എൽസിഫ് ബ്ലോക്കിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു, അതുപോലെയാണ് ഇവിടെ ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതുപോലെ. ഇനി ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫാൾസ് ആണെങ്കിൽ ഇതിലേക്ക് വരുള്ളൂ, എൽസിഫിലേക്ക് ചെക്ക് ചെയ്യാൻ പോലും വരുള്ളൂ. സപ്പോസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1ഉം ഫാൾസ് ആയി, അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ചെക്ക് ചെയ്തു, അതും ഫാൾസ് ആണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് മൂന്നാമത്തെ, ഈ കാണുന്ന മൂന്നാമത്തെ ഈ ഒരു എൽസിഫിലേക്ക് വരുന്നത്, അതായത് രണ്ടാമത്തെ എൽസിഫിലേക്ക് വരുന്നത്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഈസ് ഫാൾസ് ദെൻ ദ നെക്സ്റ്റ് എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ഇവാലുവേറ്റഡ്.
അടുത്ത എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ 3 ആണ് രണ്ടാമത്തെ എൽസിഫിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ. അതിൻ്റെ വിലയും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ഈ ടെസ്റ്റ് എക്സ്പ്രഷനുകളൊക്കെ റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷനുകളാണ്. ദാറ്റ് മീൻസ് റിലേഷണൽ ഓപ്പറേറ്ററുകളായിട്ടുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നിവയിൽ ഏതെങ്കിലും ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന എക്സ്പ്രഷനുകളാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്ററുകളായിട്ടുള്ള ആൻഡ് ഓർ നോട്ട് എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ചുണ്ടാക്കുന്ന ലോജിക്കൽ ഓപ്പറേഷനുകളോ എക്സ്പ്രഷനോ ആയിരിക്കും. ഏതായിരുന്നാലും ഇതിൻ്റെ വില ഈ ടെസ്റ്റ് എക്സ്പ്രഷനിലൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം. കണ്ടീഷൻ 1, കണ്ടീഷൻ 2, കണ്ടീഷൻ 3 എന്നും പറയാം. ടെസ്റ്റ് എക്സ്പ്രഷൻ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണോ ശരിയാവുന്നത് ആ കണ്ടീഷൻ്റെ ഇഫ് ബ്ലോക്കിൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും പ്രോഗ്രാം കൺട്രോൾ ഇഫ് ബ്ലോക്കിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ if test expression 2 is true, that evaluates to true, then only statement block 2 will be executed and the program control will go out of the else if ladder block. Test expression 2 ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ എന്ന വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ 2ൻ്റെ വില ട്രൂ എന്നാണെങ്കിൽ 1 എന്നാണെങ്കിൽ ഇവിടെ ഈ എൽസിഫിന് കീഴിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 മാത്രം പ്രവർത്തിക്കുന്നു. അപ്പോൾ 1 സ്കിപ്പ് ചെയ്ത്, കാരണം ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫോൾസ് ആയതുകൊണ്ടാണ് ഈ ആദ്യത്തെ എൽസിഫിലേക്ക് വന്നത്. ഇതും ഫോൾസ് ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 മാത്രം പ്രവർത്തിപ്പിക്കും. അതിനുശേഷം ബാക്കി എൽസിഫുകളെല്ലാം തന്നെ ഇതിന് താഴേക്കുള്ളതെല്ലാം സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കി, ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആവുന്നൊരു കേസ്, രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷനുകളും കൂടെ ഒരുമിച്ച് ട്രൂ ആവില്ല ഒരിക്കലും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടീഷനുകളാണ് എപ്പോഴും, അതും ശ്രദ്ധിക്കണം. Here all the test expressions, that is test expression 1, test expression 2, test expression 3 will be mutually exclusive. പരസ്പര വിരുദ്ധമായിട്ടുള്ള, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കണ്ടീഷനുകളായിരിക്കും. ഒരു കണ്ടീഷൻ ശരിയാകുമ്പോൾ ബാക്കിയുള്ള കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ, ഒന്നുകിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ 3 മാത്രമേ ഒരു സമയം ട്രൂ ആവാൻ പറ്റുള്ളൂ. ഒരു പ്രോഗ്രാം റണ്ണിങ്ങിൽ ഒരു തവണ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കും ട്രൂ ആകുന്നത്. അത് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്ന ഇൻപുട്ട് വാരിയബിൾ ഉപയോഗിച്ചാൽ, ഇൻപുട്ട് വാരിയബിളിൻ്റെ വില നേരത്തെ നമ്മൾ ഈഫൽസിൽ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് വാരിയബിളിൻ്റെ വില മാറുന്നതിനനുസരിച്ച് ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ട്രൂ ഓ ഫാൾസോ ആവും. ഇതിലേതെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആവും, ബാക്കിയുള്ളതെല്ലാം ഫാൾസ് ആവും. ഓക്കെ, ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇവിടെ മൾട്ടിപ്പിൾ ടെസ്റ്റ് എക്സ്പ്രഷൻസ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം പറയാനാണ് else if ladder ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻ തന്നിട്ട് to specify multiple conditions and to specify the statements or statement to be executed when one of the given conditions is true. അതാണ് else if ladderൻ്റെ ഉപയോഗം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിട്ടത് സപ്പോസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള else if ladderൽ ബാക്കിയുള്ള എൽസിഫുകളെല്ലാം ഒഴിവാക്കും, സ്കിപ്പാവും. ഓക്കെ, else if ladderൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്തു വരും. സപ്പോസ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വിലയും രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷനും ഫാൾസ് ആണെന്ന് വിചാരിക്കുക. അതിനെ വാല്യൂറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ എന്നാൽ മൂന്നാമത്തെ, അപ്പോൾ മാത്രം ഈ രണ്ടാമത്തെ എൽസിഫിലേക്ക് പോകും. കാരണം ടെസ്റ്റ് എക്സ്പ്രഷൻ 3 എന്ന് പറഞ്ഞാൽ ഈ എൽസിഫിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യും. സപ്പോസ് ഇത് ശരിയാണെന്ന് വിചാരിക്കുക, ടെസ്റ്റ് എക്സ്പ്രഷൻ 3 വാല്യൂറ്റ് ചെയ്യുമ്പോൾ അത് ട്രൂ എന്നാണ് അതിൻ്റെ വില ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ, that is if the test expression 3 evaluates to true, then only statement block 3 will be executed. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഓരോ ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ ആവുമ്പോൾ മാത്രം അതാത് ടെസ്റ്റ് എക്സ്പ്രഷനുകൾക്ക് അനുബന്ധമായിട്ടുള്ള എൽസിഫിലെ അല്ലെങ്കിൽ ഈഫിലെയോ എൽസിഫിലെയോ ബോഡി വർക്ക് ചെയ്യുന്നു, അപ്പോൾ മാത്രം. അതേസമയം ബാക്കിയുള്ള, അപ്പോൾ അത് ട്രൂ ആകുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ, ബാക്കിയുള്ള എൽസിഫുകളും ഈഫുകളും ഒക്കെ തന്നെ എൽസ് ഉൾപ്പെടെ സ്കിപ്പായി പോവുകയും ചെയ്യുന്നു, അവ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു തരം ജമ്പിങ് എഫക്റ്റാണ് കിട്ടുന്നത്. ഇതാണ് ഈ വിത്ത് എൽസിഫ് ലാഡർ. ഇനി ഇതിൽ സപ്പോസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 നൺ ഓഫ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ്സ് ടു ട്രൂ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൽ ഈ 3 എണ്ണം കഴിഞ്ഞ് ഇത് എൽസ് വെച്ച് അവസാനിപ്പിക്കാം. 4 എൽസിഫ്, ആദ്യത്തെ ഈഫും 2 എൽസിഫും കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു എൽസിഫ് കഴിഞ്ഞിട്ടോ ആണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ സപ്പോസ് ഇവിടെ ഈ എൽസിഫ് ഇങ്ങനെ കുറേ എൽസിഫുകൾ എല്ലാ ചെക്ക് ചെയ്യാനുള്ള കേസുകളും തീർന്നതിന് ശേഷം എല്ലാ കണ്ടീഷനുകളും അവസാനത്തെ കണ്ടീഷന് മുൻപായിട്ട് ഇത് ഈ എൽസ് വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ കേസ് ഇവിടെ ചെക്ക് ചെയ്തത് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 പറഞ്ഞു. രണ്ടാമത്തെ കേസ് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 പറഞ്ഞു. മൂന്നാമത്തെ കേസ് ആണിത്, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 3, അത് ട്രൂ ആണെങ്കിൽ ശരിയാവേണ്ട കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 പറഞ്ഞു. നാലാമതൊരു കേസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒരു എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ 4 അങ്ങനെ പറഞ്ഞു. എത്ര കേസ് ഉണ്ടോ അത്രയും എൽസ് ഇഫുകൾ ഉണ്ടായിരിക്കും. അവസാനത്തെ കേസ് മാത്രം നമ്മൾ എൽസിലിട്ട് കൊടുക്കുക. അതായത് അവസാനത്തെ കേസ് ഈ എൽസ് പാർട്ട് എന്ന് പറയുന്നത്, എൽസ് ഉപയോഗിച്ചാണ് എൽസ് ഇഫ് ലാഡർ അവസാനിപ്പിക്കുന്നത്. ഈ ദ എൽസ് പാർട്ട് വിൽ ബി വർക്ക്ഡ് ഓൺലി വെൻ നൺ ഓഫ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഈസ് ഇവാലുവേറ്റ്സ് ടു ട്രൂ. അതായത് ഈഫിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷനും തുടക്കത്തിലുള്ള എൽസ് ഇഫ് ലാഡറിൻ്റെ തുടക്കത്തിലെ ഈഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷനോ പാരന്തസിസിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷനോ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എൽസ് ഇഫുകളിൽ ഉള്ള ടെസ്റ്റ് എക്സ്പ്രഷനുകളോ ഒന്നും ട്രൂ അല്ലെങ്കിൽ ഒക്കെ ഫാൾസ് ആണെങ്കിൽ മാത്രം, ഇവിടെ പറയുന്ന ഓരോ കേസുകളും എല്ലാ കേസുകളും തെറ്റാണെങ്കിൽ, നൺ ഓഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ്സ് ടു ട്രൂ എന്ന് പറഞ്ഞാൽ ഈഫിൻ്റെയോ എൽസിഫ് മറ്റ് എൽസിഫുകളുടെയോ കൂടെയുള്ള ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വിലയും ശരിയാവാത്ത സമയത്ത്, ഒന്നും ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ഫാൾസ് ആണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് എൽസ് പാർട്ടിൽ പറയുന്നത്, എൽസിൻ്റെ ബോഡിയിൽ പറയുന്നത്. എങ്ങനെയും ഈ എൽസ് ഇഫ് ലാഡർ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതും ശരിയല്ല, ഇതും ശരിയല്ല, ഇതും ശരിയല്ല എങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഈ എൽസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവസാനിപ്പിക്കാൻ എൽസാണ് ഉപയോഗിക്കുക. ഏത് എൽസിഫും അവസാനിക്കുന്നത് എൽസ് വെച്ചാണ്. വീണ്ടും ഇനി എൽസിഫ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി ബാക്കി ഒരു കേസ് കൂടി ചെക്ക് ചെയ്യാനുണ്ടെന്നാണ്. ഓക്കെ, ഈ എൽസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എൽസിഫ് ലാഡർ ഇവിടെ ഇതോടുകൂടി അവസാനിച്ചു, എല്ലാ കേസുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഇതാണ് എൽസിഫ് ലാഡറിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരിക്കൽ കൂടി പറയുന്നു, ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 മാത്രം. അങ്ങനെ എക്സ്പ്രഷൻ 1 ഫാൾസ് ആണെങ്കിൽ ഇതിലേക്ക് വരും, ഇതും ഫാൾസ് ആണെങ്കിൽ ഇതിലേക്ക് പോകും. ഇത് ട്രൂ ആണെങ്കിൽ ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ ഇതും ട്രൂ ആണെങ്കിൽ ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതും ഫാൾസ് ആണ്, ഇതും ഫാൾസ് ആണ്, ഇതും ഫാൾസ് ആണ്, ഇതും ഫാൾസ് ആണെങ്കിൽ സപ്പോസ് 3 കേസ് കഴിഞ്ഞ് നമ്മൾ എൽസ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. എൽസോട് ഇപ്പോൾ എൽസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 കഴിഞ്ഞിട്ട് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 4 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എൽസ് ഇഫ് ലാഡർ ക്ലോസ് ചെയ്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 കേസുകളും ടെസ്റ്റ് എക്സ്പ്രഷനുകളുടെയും വില ഫോൾസ് ആണെങ്കിൽ ആ എൽസ് ഉപയോഗിച്ച് എൽസിൻ്റെ പാർട്ട് വർക്ക് ചെയ്യും. നാലാമത്തെ കേസാണ് ഈ എൽസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 കേസുകളുണ്ടെങ്കിൽ നാലാമത്തെ കേസ് എൽസിൽ പറയുക. ആദ്യത്തെ 3 കേസുകളും ഈഫിലും എൽസിഫിലുമായിട്ട് പറയുക. 5 കേസുകളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, 5 കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഈഫിൻ്റെ പാരന്തസിസിനുള്ളിൽ പറയുക. രണ്ടാമത്തെ കണ്ടീഷൻ ഒന്നാമത്തെ എൽസിഫിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് കൊടുക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ എൽസിഫിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈഫ് വെച്ച് തുടങ്ങുകയും എൽസ് വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് എൽസിഫ് ലാഡർ. തുടക്കം ഈഫ് വെച്ചാണ്, പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ എൽസിഫുകൾ ഓരോ കണ്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് അനുബന്ധമായിട്ട് ഓരോ എൽസിഫുകൾ ഉപയോഗിച്ച് ആ കണ്ടീഷനിൽ എൽസിഫിൻ്റെ കൂടെ ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് എഴുതുന്നു. ഇത്രയാണ് എൻ്റെ വർക്ക്. ഇനി ഇത് വിശദമാക്കുന്നതിന് വേണ്ടി എൽസിഫ് ലാഡറിൻ്റെ വർക്കിംഗ് വിശദമാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രോഗ്രാം, ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള A+ ആണോ A ആണോ എന്നൊക്കെ ഇങ്ങനെയുള്ള വിവിധ ഗ്രേഡുകൾ, ഏത് A ഗ്രേഡാണോ B ഗ്രേഡാണോ C ഗ്രേഡാണോ A+ ഒന്നും പെടില്ല. അപ്പോൾ അത് നോക്കുക. അപ്പോൾ കുട്ടിയുടെ മാർക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റിമൈൻ്റെ ഉള്ളിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്വീകരിക്കാനുള്ള വാരിയബിൾ സ്കോർ എന്നാണ് വാരിയബിളിൻ്റെ പേര്. നമ്മുടെ ഇൻപുട്ട് വാരിയബിളിൻ്റെ പേര് സ്കോർ എന്നാണ്. ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദ സ്കോർ എൻ്റർ ചെയ്യാൻ പറയും. മെസ്സേജ് കാണിക്കും സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾ കീബോർഡ് വഴി എത്രയാണ് കുട്ടിക്ക് കിട്ടിയ മാർക്ക്, ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക് സപ്പോസ്. അപ്പോൾ ആ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത്, കുട്ടിക്ക് കിട്ടിയ മാർക്ക് മാക്സിമം കുട്ടിക്ക് കൊടുക്കാവുന്ന ഗ്രേഡ് A ഗ്രേഡാണ്, മിനിമം E ഗ്രേഡുമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രേഡിനും ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷനുകൾ അനുസരിച്ച് കുട്ടിക്ക് ഏത് കണ്ടീഷനാണ് കുട്ടിക്ക് കിട്ടിയ മാർക്ക് അനുസരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിൽ ഏതുമാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ഇവിടെ ചെക്ക് ചെയ്താലേ കുട്ടിയുടെ ഗ്രേഡ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ഒന്നിൽ കൂടുതൽ ഇങ്ങനെ കമ്പാരിസൺസ് ഒക്കെ വരുമ്പോൾ ഒക്കെയാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ താരതമ്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെപ്പോഴും എൽസിഫ് ലാഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു കണ്ടീഷൻ മാത്രം നമുക്ക് ചെക്ക് ചെയ്യാനുള്ളെങ്കിൽ നമ്മൾ ഇഫ് വിത്ത് എൽസോ ഉപയോഗിച്ചാൽ മതി. എന്നാൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്യുക, അതിലേതെങ്കിലും ഒരു കേസ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം പറയാനാണ് എൽസിഫ് ലാഡർ പോലുള്ള മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇനി അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ എൽസിഫ് ലാഡറിൻ്റെ വർക്ക് തുടങ്ങുന്നത് ഈഫ് വെച്ചാണ്. ഈ സ്കോറിൽ നമ്മൾ കൊടുത്ത കുട്ടിക്ക് കിട്ടിയ മാർക്കുണ്ട്, ഇൻപുട്ടായി എൻ്റർ ചെയ്ത മാർക്ക്.
ഇപ്പോൾ സ്കോറിൻ്റെ വില 80 അതിൽ കൂടുതലോ ആണെങ്കിൽ, കുട്ടിക്ക് കിട്ടിയ മാർക്ക് 80 അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അതായത് ഇതാണ് നേരത്തെ പറഞ്ഞ ഇപ്പോൾ സിൻടാക്സിൽ പറഞ്ഞ അനുസരിച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ഇതാണ്. ദാറ്റ് ഈസ് സി ഔട്ട് എ ഗ്രേഡ്, ഈ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എ ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. കുട്ടിക്ക് കിട്ടിയ മാർക്ക് 80 അതിൽ കൂടുതലാണെങ്കിൽ എ ഗ്രേഡ് എന്ന് മാത്രമേ പ്രിൻറ്റ് ചെയ്യൂ, പിന്നെ ബി ഗ്രേഡ് വരരുത്. ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഗ്രേഡേ കിട്ടുള്ളൂ. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടീഷനുകളാണ് ഓരോ ടെസ്റ്റ് എക്സ്പ്രഷനും. എൽസിഫ് ലാഡറിലെ ഓരോ ഈഫിൻ്റെയും എൽസിഫിൻ്റെയും പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ പറയുന്നത്. അതായത് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആകുമ്പോൾ ബാക്കിയെല്ലാം ഫോൾസ് ആവും. എല്ലാം കൂടി ഒരുമിച്ച് ട്രൂ ആവില്ല, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഫോൾസും ആവില്ല. അപ്പോൾ എ ഗ്രേഡ് എന്ന് പറയും. ഇനി സപ്പോസ് ഈ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 80 താഴെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഈ ഈഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഫോൾസ് എന്നായിരിക്കും. അപ്പോൾ എ ഗ്രേഡ് പ്രിൻറ്റ് ചെയ്യില്ല. ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും. അതായത് ഫസ്റ്റ് ഈ ബ്ലോക്കിനെ സ്കിപ്പ് ചെയ്തു. ദെൻ അടുത്ത എൽസിഫിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് ഫോൾസ് ആണെങ്കിൽ മാത്രമേ അടുത്ത എൽസിഫിലേക്ക് പോവുള്ളൂ. പ്രോഗ്രാം കൺട്രോൾ അടുത്ത ടെസ്റ്റിംഗ് നടക്കുള്ളൂ, അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. സോ ഈ കുട്ടിയുടെ മാർക്ക് 80-ൽ താഴെ, അതായത് 70 ഒക്കെയാണെന്ന് വിചാരിക്കുക. സോ കുട്ടിക്ക് കിട്ടിയ മാർക്ക് സപ്പോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 80. അപ്പോൾ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഒരു 75 വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇത് ചെക്ക് ചെയ്യും. സ്കോർ 80-ൽ താഴെയാണ്, അപ്പോൾ എ ഗ്രേഡ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തു. 80-ൽ കൂടുതലാണെങ്കിൽ മാത്രമേ എ ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 80-ൽ താഴെയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ കേസ് ടെസ്റ്റ് ചെയ്തു എൽസിഫ്. അവിടെ പറയുന്നത് സ്കോർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണെങ്കിൽ, കുട്ടി കിട്ടിയ മാർക്ക് 60 അതിൽ കൂടുതലാണെങ്കിൽ, തീർച്ചയായിട്ടും 70 കുട്ടി കിട്ടിയ മാർക്കെങ്കിൽ സ്കോർ ലെവൽ 70 ആണെങ്കിൽ 70 60-ൽ കൂടുതലാണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് ഫോൾസായി, ഇത് ട്രൂ ആയി. അപ്പോൾ ബി ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. കുട്ടിയുടെ ഗ്രേഡ് ബി ഗ്രേഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രം, രണ്ടാമത്തെ ഈ ഇഫ് അല്ലെങ്കിൽ ഈ ഒന്നാമത്തെ എൽസിഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ബോഡി മാത്രം വർക്ക് ചെയ്യും. സപ്പോസ് കുട്ടിക്ക് കിട്ടിയ മാർക്ക് 60-ൽ താഴെയാണെങ്കിൽ, 50 ആണെങ്കിൽ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ശരിയാവും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാവും. അപ്പോൾ ഈ എൽസിഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അതായത് സി ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും കുട്ടി കിട്ടിയ ഗ്രേഡ്. ഈ സപ്പോസ് കുട്ടി കിട്ടിയ മാർക്ക് 40-ലും താഴെയാണെങ്കിൽ, അപ്പോൾ 40-ൽ താഴെയാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റി, രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഫോൾസായി, മൂന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വില ഇതാണ്. മൂന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ സ്കോർ ഗ്രേറ്റർ ദാൻ 40, അതും ഫോൾസായി. അപ്പോൾ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 20-ൽ താഴെയാണെങ്കിൽ ഇതും ഫോൾസാവും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് 30-ൽ താഴെ മാർക്ക് കിട്ടിയാൽ ആ കുട്ടിയുടെ ഗ്രേഡ് ഇ ഗ്രേഡ് ആയിരിക്കും. ഈ പ്രോഗ്രാം അനുസരിച്ച് 30-ൽ താഴെ സ്കോർ കിട്ടുന്ന കുട്ടികൾക്കെല്ലാം ഇ ഗ്രേഡ് ആയിരിക്കും. ഓക്കെ, 30-ൽ താഴെ. ഓക്കെ, 30-ഓ അതിൽ കൂടുതലോ കിട്ടുന്ന കുട്ടികൾക്ക്, 30-നും 40-നും ഇടയിൽ കിട്ടുന്നവർക്ക് ഡി ഗ്രേഡ്, 40-നും 50-നും ഇടയിൽ കിട്ടുന്നവർക്ക് ബി ഗ്രേഡ്, 50-നും 80-നും ഇടയിൽ കിട്ടുന്നവർക്ക് 60-നും 80-നും ഇടയിൽ കിട്ടുന്നവർക്ക് എ ഗ്രേഡ് എന്നുള്ള ആ ഒരു രീതിയിലാണിത് വരുന്നത്. അപ്പോൾ 80-ൽ കൂടുതൽ കിട്ടുന്നവർക്ക് എ ഗ്രേഡ്. അതിൽ ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ ഇതനുസരിച്ച് കുട്ടിക്ക് കിട്ടിയ സ്കോർ 80-ഓ അതിൽ കൂടുതലാണെങ്കിൽ എ ഗ്രേഡ്, 60-നും 80-നും 70-നും 80-നും ഇടയിലാണെങ്കിൽ, 60-ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 60-ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 60-ൽ കൂടുതലാവുകയും വേണം, എന്നാൽ 80-ൽ സ്കോർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60, 60-ൽ കൂടുതലാണെങ്കിൽ ഡി ഗ്രേഡാണ്. പക്ഷേ 60-ൽ കൂടുതലാണ്, പക്ഷേ പിന്നെ അവിടെ വരുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80-ൽ താഴെയുമാണെങ്കിൽ, 60-ൽ കൂടുതൽ 60-നും 80-നും ഇടയിലാണെങ്കിൽ ആ കുട്ടിക്ക് ബി ഗ്രേഡ് ആയിരിക്കും കിട്ടുന്നത്. 80-ൽ കൂടുതലാണെങ്കിൽ 60-നും 80-നും ഇടയിലുള്ളതിനൊക്കെ ബി ഗ്രേഡ്. ഓക്കെ, ഇനി 40-നും മുകളിലുള്ളതാണെങ്കിൽ, മീൻസ് 40-നും 60-നും ഇടയിൽ, 40 മുതൽ 50 വരെയുള്ള മാർക്ക്, 50-60-നും ഇടയിലുള്ള അത്രയും മാർക്കുകൾ വരുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സി ഗ്രേഡ് ആയിരിക്കും. 30-നും 40-നും ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ഡി ഗ്രേഡും, 30-ൽ താഴെ വരുന്നുണ്ടെങ്കിൽ ഇ ഗ്രേഡും ആയിരിക്കും. ഇങ്ങനെയാണിത് വരുന്നത്. അപ്പോൾ ഇത് വേറെ തരത്തിൽ ഇതേ പ്രോഗ്രാം നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചൊരു സിംഗിൾ എൽസ് ഈഫ് ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. കൂടെ അതിൻ്റെ വർക്കിംഗ് ഔട്ട്പുട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് എൽസിഫ് ലാഡറിൻ്റെ പ്രവർത്തനം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്. വളരെ എളുപ്പത്തിൽ എൽസിഫ് ലാഡറിൻ്റെ വർക്കിംഗ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഡേ എന്ന ഇൻപുട്ട് വേരിയബിൾ, ഡേയുടെ വില 1 ആണെങ്കിൽ സൺഡേ, ആഴ്ചയിലെ ദിവസങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്
ഡേയുടെ വില, ഡേ ആണ് ഇവിടെ ഇൻപുട്ട്. ആ ഇൻപുട്ടിൻ്റെ വില ഒന്നാമത്തെ ദിവസമാണെങ്കിൽ അന്ന് സൺഡേ ആയിട്ട് എടുക്കുന്ന ആഴ്ചയിൽ ഒന്നാമത്തെ ദിവസം സൺഡേ, രണ്ടാമത്തെ ദിവസം മൺഡേ, അങ്ങനെ ഓരോ ദിവസം. അങ്ങനെ ദിവസത്തിനനുസരിച്ച് ആ ദിവസത്തിൻ്റെ പേര് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം. ഇങ്ങനെയുള്ള ഇപ്പോൾ മൾട്ടിപ്പിൾ ഒരു ദിവസത്തിന് വരുന്ന വിലകൾ 1 മുതൽ 7 വരെയാണ്. ആഴ്ചയിൽ 7 ദിവസമാണ്. അപ്പോൾ ദിവസത്തിൻ്റെ വില എന്ന് പറയുന്നത് 1-നും 7-നും ഇടയിലുള്ള ഒരു വിലയായിരിക്കും. ഓക്കെ, 1-ൽ താഴെയോ 7-ൽ കൂടുതലോ ആയാൽ അതൊക്കെ ഇൻവാലിഡ് ആയിട്ട് കാണിക്കണം. അതാണ് ഇവിടെ എൽസിൽ കൊടുക്കുന്നത്, റോങ് ഇൻപുട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഓരോ വിലയ്ക്കും ഓരോ എൽസിഫിൽ ഓരോ ടെസ്റ്റ് എക്സ്പ്രഷനുകൾ കൊടുക്കും. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ പറയാനുള്ളത് പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റാണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ അവസാനം വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതും ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. എൽസിഎഫിന് പകരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതിനെക്കുറിച്ച് അടുത്ത സെഷനിൽ പറയാം.